ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ച് പറയാനാണ് കേട്ടോ. അപ്പം നമ്മൾ ചിരിക്കുന്ന പോലെ ഒന്നല്ല. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പലർക്കും പല രീതിയിലാണ് കേട്ടോ വരിക. അപ്പം ഇപ്പം നമ്മൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയാൻ നേരത്ത് പണ്ടത്തെ ആൾക്കാരുണ്ടല്ലോ, അതായത് നമ്മുടെ അമ്മമാർ ഇല്ലെങ്കിൽ അമ്മയുടെ അമ്മമാർ, അങ്ങനെ കുറച്ച് നമ്മുടെ ബാക്കിലുള്ള ജനറേഷൻകാർ. അപ്പോൾ അവർ പറയും അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ എന്നൊക്കെ പലരും ചോദിക്കും. അപ്പം അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വളർന്നു വന്ന സിറ്റുവേഷൻസ്, അവർ വളർന്നു വന്ന ബാക്ക്ഗ്രൗണ്ട്, അതായത് അവരുടെ ചുറ്റുപാട് മുഴുവൻ ഡിഫറെൻ്റ് ആണ് നമ്മുടെ ചുറ്റുപാടായിട്ട്. ഒരു മിനിറ്റ് ഗായ്സ്. വളർന്നു വന്ന ചുറ്റുപാട് ഫുൾ ഡിഫറെൻ്റ് ആണ് കേട്ടോ അവരുമായിട്ട്. അപ്പം അതേപോലെ തന്നെ ഇപ്പം ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദോളി എന്ന് പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞവർ ഇത്ര നാളത്തേക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്, ചിലയിടത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങരുത്, അവരെ കാണരുത്, ഇവരെ കാണരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞു ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ഇപ്പോഴത്തെ നമ്മളെ പോലെയുള്ള ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് എൻഗേജ് ആവുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ അവർ എൻഗേജ് ആയിക്കൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ. പണ്ടത്തെ ആൾക്കാരെന്ന് വെച്ചാൽ അങ്ങനെയല്ല, വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്നവരാണ്, ഇല്ലെങ്കിൽ വീട്ടിലെ പണികൾ ചെയ്തിരിക്കുന്നവർ മാത്രമാണ്. അപ്പോൾ അവിടെ ഇടയ്ക്ക് എണീറ്റ് കൂട്ടാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാടില്ല, റൂമിന് പുറത്തേക്ക് പോകാൻ പാടില്ല, ആരും കാണാൻ പാടില്ല, ആരെങ്കിലും വരുമ്പോൾ കിടന്നാൽ മതി, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ആയിരിക്കും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാം. ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതിനെക്കാട്ട് കുറഞ്ഞിട്ടുള്ളതും ഉണ്ട്, ചിലപ്പോൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വരാത്തവരുണ്ട്, ചിലവർ നല്ല എക്സ്ട്രീം ലെവൽ ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റേ എന്താ, കൊച്ചിനെ കൊല്ലാൻ തോന്നുക, അങ്ങനത്തെ ഒക്കെ ഒരു ലെവലിൽ വരുന്നൊരു ഇതുണ്ട്. അത് സ്വാഭാവികമാണ്, ചിലപ്പോൾ അങ്ങനെ വരും. കാരണം നമുക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാണ്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ട് ചുറ്റിക്കറങ്ങിക്കൊണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഹസ്ബൻഡ്, ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു കൊച്ചുണ്ടാകുന്ന നേരത്ത് നമുക്ക് ഒന്നിനും പറ്റില്ല. അപ്പോൾ എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെങ്കിൽ അവളുടെ കാര്യങ്ങൾ നോക്കണം, അവൾക്ക് കംഫർട്ടാണോ നോക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പുറത്ത് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഒരാൾക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഗ്യാസ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം. നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ഓരോന്നിനെക്കുറിച്ച് ചിന്തിക്കണം, എന്നിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ അതേപോലെ തന്നെ കൂടുതലായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ടാവുക നമ്മുടെ ഹസ്ബൻഡാണ്. അപ്പം ചിലർ പറയും ഹസ്ബൻഡിനെ ഉള്ളിൽ കയറ്റാൻ പാടില്ല, ഹസ്ബൻഡ് നമ്മുടെ കൂടെ നിൽക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. എൻ്റെ കാര്യത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ചു, ഞങ്ങളുടെ വീട്ടുകാരോട് സംസാരിച്ചു, അങ്ങനെയല്ല ഇങ്ങനെയാണ് കാര്യങ്ങൾ, നമ്മൾ രണ്ടുപേരും കൂടെ സപ്പോർട്ട് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് റെഡി ആവുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ട പോലെയായിട്ട് തോന്നും എന്ന് ഹസ്ബൻഡ് വീട്ടുകാരോട് സംസാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഞങ്ങൾ നൈറ്റ് ആണെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കൊച്ചിനെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്ക് എൻ്റെ ഉറക്കത്തിന് ബാധിക്കുന്നുമില്ല. കാരണം ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഹസ്ബൻഡില്ല, ഹസ്ബൻഡിൻ്റെ അമ്മ, അങ്ങനെ ആരാണെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾക്കൊരു പ്രശ്നം വരുന്നില്ല. അങ്ങനെ